ഏതാണ്ട് 17 വർഷക്കാലം മുമ്പ് തൊടുത്തുവിട്ടൊരാശയമാണ് ഇന്ന് യാഥാർത്ഥ്യമാകാൻ. ശബരിമലയിൽ റോപ്പ് വേ, ആ റോപ്പ് വേ അവിടെ പോയി കാണുന്നവർക്കെല്ലാം അറിയാം. ഇപ്പോൾ ട്രാക്ടറും ഡോളിയാണ് ഗൗരവമേറിയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ചരക്കുകളെല്ലാം എത്തിക്കുന്നത് ട്രാക്ടറും, പ്രായമായവരെ എത്തിക്കുന്നതെല്ലാം ഡോളിയാണ്. ഈ രണ്ട് സംവിധാനങ്ങളും മാറേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പൊല്യൂഷൻ്റെ വലിയ ഗൗരവമേറിയ പ്രശ്നമാണ് ട്രാക്ടറുകളുടെ വരവോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഡോളി കാലഹരണപ്പെട്ട ഒരാശയം. മനുഷ്യനെ ചുമക്കുക, കൊണ്ട് പല്ലക്കിൽ ചുമക്കുന്നതാണ്. അത് കണ്ടപ്പോഴാണ് ഇതെങ്ങനെയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യം പോയപ്പോൾ തന്നെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഇതിൻ്റെ കുരുക്ക് എവിടെയാണെന്ന് അന്വേഷിച്ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചില കുരുക്കുകളിൽ പെട്ടുകളാണ്. ആദ്യം പ്രപ്പോസ് ചെയ്തത് നമ്മൾ ഈ ആശയം 2.7 കിലോമീറ്ററാണ് പമ്പയിൽ നിന്ന് സന്നിധാനം വരെയുള്ള റോപ്പയുടെ ദൂരം. 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ ഇടയ്ക്കിടയ്ക്ക് ഉയരങ്ങളും വരും. ഇപ്പോൾ ഈ സ്ഥലമാകെ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 4.57 ഹെക്ടർ സ്ഥലം പകരമായി വനത്തിന് കൊടുക്കണമെങ്കിൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാകൂ എന്ന സ്ഥിതി പറ്റും. ആ കാര്യത്തിൽ ഒരു മുൻകൈ എടുത്തായിരുന്നു ഞങ്ങൾ ആദ്യത്തെ യോഗം അസംബ്ലി ഹാളിൽ തന്നെ ചേർന്നു. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥ പ്രമുഖരും എല്ലാം നന്നായി സഹകരിച്ചു. അങ്ങനെ 4ഓളം മീറ്റിങ്ങുകൾ നമ്മൾ നടന്നു. പിന്നീട് ഒറ്റയ്ക്കുമായിട്ട് ചെറിയ ഇടപെടൽ, അങ്ങനെ നല്ലൊരു ശ്രമം നടന്നതിൻ്റെ ഫലമായി ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിലുള്ള ഭൂമി റവന്യൂ വകുപ്പ് കണ്ടെത്തി ആ കാര്യത്തിൽ ഉത്തരവായി കഴിഞ്ഞു. ബഹുമാനായ റവന്യൂ വകുപ്പ് മന്ത്രി ആ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള ഇടപെടൽ നടത്തി നമ്മളെ സഹായിച്ചു. അതോടൊപ്പം തന്നെ വനം മന്ത്രിയും ഈ കാര്യത്തിൽ നമ്മൾ വിളിച്ച സന്ദർഭങ്ങളിലെല്ലാം എല്ലാ മീറ്റിങ്ങുകളിലും സംബന്ധിച്ച് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനോടൊപ്പം നിലകൊള്ളും. അങ്ങനെ ഈ രണ്ട് വകുപ്പിൻ്റെയും നല്ല സഹകരണത്തോടു കൂടി ദേവസ്വം ആഗ്രഹിക്കുന്ന തരത്തിൽ ശബരിമലയിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് വരും കാലങ്ങളിൽ ബുദ്ധിമുട്ട് കൂടാതെ തീർത്ഥാടനം നടത്താൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യം കൂടി സംജാതം. പ്രത്യേകിച്ചും പ്രായമുള്ളവർക്ക് അതിൽ കോടതി തന്നെ നിഷ്കർഷിച്ചിട്ടുള്ള നിബന്ധനകളുണ്ട്. അതിന് വിധേയമായിട്ടായിരിക്കും നമ്മുടെ റോപ്പ് വേ അവിടെ വരാൻ പോകും. ഏതായിരുന്നാലും രണ്ട് കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. ഒന്ന്, ചരക്ക് ഗതാഗതവും, രണ്ട്, പ്രായമുള്ളവരുടെയും അസുഖക്കാരുടെയും സഞ്ചാരവും. ഈ രണ്ട് കാര്യത്തിനത് പ്രയോജനപ്പെടുന്നു എന്നൊരു വരുമ്പോൾ തന്നെ ശബരിമലയുടെ തീർത്ഥാടനത്തിനൊരു പുതിയ മാനം വരികയാണ്. അത് ഈ ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടപ്പാക്കുന്നു എന്നത് നമുക്കേവർക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഈ ഭൂമി കിട്ടുന്നതോടെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ BOT അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാം. അത് പിന്നീട് ദേവസ്വം ബോർഡോട് കൂടി ആലോചിച്ച് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് നമുക്ക് കൃത്യമായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മളെ ഏറെ സഹായിച്ച റവന്യൂ വകുപ്പ് മന്ത്രിക്കും അതിലെ ഉദ്യോഗസ്ഥ പ്രമുഖർക്കും ഒപ്പം ഫോറസ്റ്റ് മന്ത്രിക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കും എല്ലാം ദേവസ്വം വകുപ്പിൻ്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും അനുവാദത്തോടു കൂടി രേഖകൾ കൈമാറും. റോപ്പ് വേ എന്നൊരാശയം കുറച്ച് കാലമായി നമ്മൾ നേരത്തെ വസ്തു മിനിസ്റ്റർ പറഞ്ഞതുപോലെ കൊണ്ടുവരികയാണ്. ദേവസ്വത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം മിനിസ്റ്റർ വളരെ സീരിയസ് ആയിട്ട് ആ കാര്യത്തെ പിന്നാലെ നിന്ന് കണ്ടു. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഔപചാരികമായി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വനവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള 4.5356 ഹെക്ടർ ഭൂമി ഇപ്പോൾ വനം വകുപ്പിന് കൈമാറുന്നതോടുകൂടി ഏറ്റവും പെട്ടെന്ന് ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാകും. BOT അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്നിവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ സീസൺ കഴിയുന്നതോടുകൂടി ആ നടപടിക്രമങ്ങൾ വേഗതയിലാക്കാൻ കഴിഞ്ഞാൽ തുടർന്ന് അടുത്ത ശബരിമല സീസൺ ആകുമ്പോഴേക്കും അത് പൂർത്തിയാക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിലുള്ളത്. വലിയ മാറ്റമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത്. സ്വാഭാവികമായിട്ടും ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് പോലെ തന്നെ സാമാന്യം ചുമതലകൾ വഹിക്കേണ്ട ഒരു വകുപ്പാണ് റവന്യൂ വകുപ്പ്. ഏതാണ്ട് 720 ജീവനക്കാർ, 3 എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും 3 ഡ്യൂട്ടി മജിസ്ട്രേറ്റും ഉൾപ്പെടെ അവിടുത്തെ ഒരു സബ് കളക്ടറായിട്ടുള്ള ADM ഉൾപ്പെടെ അറ്റ് എ ടൈം 90 പേർ റവന്യൂ ജീവനക്കാർ പൂർണ്ണസമയം ഈ വരുന്ന 8 ടേണുകളായി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ സാധാരണ നിലയിൽ ശബരിമലയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഹൗസിംഗ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച എരുമേലിയിലെ പാർക്കിംഗ് സെൻറ്ററും വിശുദ്ധ സേനയും എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററും ഒക്കെ കഴിഞ്ഞ ദിവസം പോകാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത് കൃത്യമായി തീരുമാനിച്ച്, ഞാൻ പ്രത്യേകമായി പറയാനുള്ള കാര്യം, ബഹുമാനപ്പെട്ട മന്ത്രിയും ഞാനും ശശീന്ദ്രൻ മിനിസ്റ്ററും കൂടി യോഗത്തിൽ തീരുമാനിച്ചതനുസരിച്ച് 14-ാം തീയതി വൈകുന്നേരത്തേക്ക് ഡ്രാഫ്റ്റ് തയ്യാറാക്കണം എന്ന് പറഞ്ഞു. ഇന്നാണ് കൈമാറുന്നതെങ്കിലും കൃത്യം 15-ാം തീയതി തന്നെ അത് തയ്യാറാക്കി നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കൃത്യസമയം തെറ്റാതെ
അതിന് റവന്യൂ വകുപ്പിലെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ നല്ല സഹായവും മേൽനോട്ടവും ഉണ്ടായി. അപ്പോൾ അതിന് കൂടി അവരഭിനന്ദിച്ചുകൊണ്ട് ഇത് കൈമാറുകയാണ്. രജിസ്റ്റർ ചെയ്യുന്ന ഏതായാലും വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് നമ്മളിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ഇത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ അത്ര കരുതിയില്ല. ഞാൻ അവരെക്കാൾ പ്രായത്തിന് കൂടുതലുള്ളതാണെന്നെങ്കിലും എൻ്റെ ചെവിക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്നതിൽ കാണിച്ച ഒരു ജാഗ്രത, അത് പരസ്പരം സഹായിക്കാൻ വേണ്ടി കണ്ടെത്തിയൊരു മാർഗ്ഗമാണ്. അതിനകത്തൊരു വിമർശനത്തിൻ്റെ സ്വരമൊന്നും, സ്നേഹത്തിൻ്റെ ഭാഷയിലാണ് നമ്മളിതെല്ലാം കൈകാര്യം. ഇത്തവണ ശബരിമല ദർശനകാലം ആയാസരഹിതമായും കുറ്റമറ്റതായും നടത്തുന്നതിന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വം നടത്തിയ ശ്രമങ്ങളിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ റോപ്പ് വേയുമായി ബന്ധപ്പെട്ട കാര്യം. ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞ് 17 വർഷമായില്ല. അപ്പോൾ അത്രയും കാലം വേണം നമ്മുടെ നാട്ടിലൊരു പരിഷ്കാരം വേണ്ടി വരുന്നതെന്നത്. ഇതെല്ലാം മൊത്തത്തിൽ ആലോചിക്കേണ്ട ഒരു പ്രശ്നമില്ല. എന്തായാലും കൂട്ടായ പ്രവർത്തനത്തിലൂടെ, കൂട്ടായ മന്ത്രിമാർ മാത്രമല്ല ഉണ്ടായത്, ഉദ്യോഗസ്ഥ പ്രമുഖരും ആ കാര്യത്തിൽ വളരെ ഇച്ഛാശക്തിയോടുകൂടി അവർ പ്രവർത്തിച്ചു. സാധാരണ കാണാതെ എങ്ങനെയാണ് നടക്കാതിരിക്കുക എന്നാണ് ആലോചിച്ചത്. പക്ഷെ ഇവരെല്ലാം ആലോചിച്ച് എങ്ങനെ നടത്താമെന്നാണ് ആലോചിച്ചത്. അത് നടത്താമെന്ന് ആലോചിച്ചപ്പോൾ നടത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ചെറിയ കാര്യമാണെങ്കിലും നടത്തണം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കും എന്ന് തെളിയിച്ച ഒരു സംഭവമാണിത്. അതിനുള്ള ചാരിതാർത്ഥ്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഗംഭീരമായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വരണം. തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് സന്തോഷം. നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം, ഗവൺമെന്റിന്റെ ആകെ ഒരു നേട്ടം. കൃഷി വകുപ്പും വരണം.